നമ്മളിന്ന് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ട് പോകാൻ പോവാണ്. ഇപ്പോൾ ഒരു 9:30 ആവാനായിട്ടുണ്ട്. ഞാനോടെ ഡ്രസ്സ് പാക്കാക്കി ഞങ്ങളുടെ പെട്ടിയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ഞങ്ങൾ എവിടെ പോവാണ്? വേളാങ്കണ്ണിയിൽ പോവാണ്. രാത്രിത്തെ ട്രെയിനിനാണ് പോകുന്നത്. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഒരു ബാഗും ഉണ്ട്. അങ്ങനെ നാളെ നമ്മൾ വേളാങ്കണ്ണി പോകും. ലൈക്ക് ചെയ്യണം, മറക്കല്ലേ കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി വേളാങ്കണ്ണിയിലേക്ക് പോവാണ്. രാത്രി 10:30-ക്കാണ് ട്രെയിൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ മാലിപ്പുറത്ത് ചെയ്തു ഞങ്ങൾ ഇറങ്ങാൻ പോകുവാണ് ഗൈസ്. കണ്ടോ, ഞങ്ങളുടെ പെട്ടികളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ട് പോകാൻ പോവാണ്. ഇപ്പോൾ ഒരു 9:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സമയമായപ്പോൾ ഊബർ ബുക്ക് ചെയ്തു പോകാമെന്ന് വിചാരിച്ചു. ബൈ ഗൈസ്, ഇനി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, റെഡി ആയിട്ടിരിക്കുകയാണ് പോകാനായിട്ട്. ഒരു 9:30 കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് കാണുമ്പോഴാണ് ഞാനും കൂടുതൽ ഇങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വേളാങ്കണ്ണിയുടെ പാർട്ട് 1 ആയിട്ടായിരിക്കും കേട്ടോ കാണുന്നത്. ഡേ 1 തന്നെ പാർട്ട് 1 ആയിരിക്കും, പാർട്ട് 2 ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. എൻ്റെ ചേട്ടനും വ്ളോഗ് ചെയ്യുന്നത്. ചേട്ടൻ്റെ ചാനൽ AB's ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ്, ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. ആ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് നേരം സമയം ഉണ്ടായിരുന്നു. ട്രെയിൻ ഓൾറെഡി അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് കയറി. പിന്നെ ആ സമയത്ത് നമ്മൾ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴയും പെയ്തായിരുന്നു. നമുക്ക് മഴ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അമ്മയും ചേട്ടനൊക്കെ വേറെ ഓട്ടോയ്ക്കാണ് വന്നത്. അവർ വന്ന് ഇറങ്ങിയപ്പോൾ കറക്റ്റ് നല്ല മഴയായിരുന്നു. നമ്മളെന്ന് ഇറങ്ങിയപ്പോൾ അത്ര മഴ ഉണ്ടായിരുന്നില്ല. മഴക്കാരായിട്ട് നിൽപ്പുണ്ടായിരുന്നെങ്കിലും മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചു. ഇനി ഓരോരുത്തരായിട്ടൊക്കെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഓരോരുത്തരെ ഞാൻ കയറ്റി, അപ്പനെയും മോളെയും കൂടെ ഞാൻ കയറ്റി പൊക്കത്തേക്ക് ഉറക്കാൻ വിട്ടിട്ടുണ്ട്. ഉറങ്ങിയിട്ടുണ്ടായില്ല.
അങ്ങനെ ഇത് പിറ്റേ ദിവസമായി രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഒരു 6-6:30 ആയപ്പോൾ തന്നെ എൻ്റെ ഉറക്കമൊക്കെ പോയായിരുന്നു. ഓൾറെഡി മര്യാദ ഉറങ്ങിയിട്ടില്ല, ഒരു ട്രെയിനിൻ്റെ ഉറക്കം അത്ര ശരിയായില്ല. പിന്നെ ഹേസും ഞാനും കൂടെ കിടന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് കിടപ്പും അത്ര ശരിയായിട്ടുണ്ടായില്ല. രണ്ടുപേരും കൂടെ കിടക്കാൻ ഇച്ചിരി പാടാണല്ലോ, അതുകൊണ്ട് ആ കിടപ്പും അത്ര ശരിയായില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയി ഞങ്ങൾ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോഴേക്കും എൻ്റെ മുകളിൽ എഴുന്നേറ്റ് വന്നു. അവളെ ഞാൻ അപ്പോഴേക്കും ഞാനവിടെ നിന്ന് മാറി അമ്മ കിടന്ന സ്ഥലത്തേക്ക് ഞാൻ കിടന്നു. പിന്നെ കുറച്ച് നേരം അമ്മേനെയാണ് നോക്കാൻ ഏൽപ്പിച്ചത്. അപ്പോഴാണ് ഞാൻ കുറച്ച് നേരമെങ്കിലും ഒന്ന് ഉറങ്ങാനായിട്ട് ശ്രമിച്ചത്. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ എഴുന്നേറ്റ് വന്നു. അവൾ നന്നായിട്ട് ഉറങ്ങിയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ട്രെയിനിലെ കുലുക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സൗണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല, നന്നായിട്ട് കിടന്നുറങ്ങി. അപ്പോഴേക്കും അമ്മയും അപ്പനും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പയ്യെ എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ തിരിച്ച് എത്താനാവും. അപ്പോൾ എഴുന്നേറ്റ് ഫ്രഷ് ആവാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അവിടെ കുറച്ചധികം നേരം പിടിച്ച് നിർത്തും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഫ്രഷ് ആവാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഇവിടെ അപ്പാപ്പനും മോളും കൂടെ ഭയങ്കര കഥ പറച്ചിലാണ്. കയ്യിൽ ബ്രഷും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവൾക്ക് പല്ലേക്കാൻ വേണ്ടി കൊടുത്തതാണ്, പക്ഷെ തേച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങളപ്പോൾ തിരിച്ച് എത്തിയിട്ട് ബാക്കി കാണാം കേട്ടോ. ഇവിടെ കുറച്ചു നേരം വണ്ടി നിർത്തിയിടും അല്ലേ? ഇത് കണ്ടപ്പോഴൊരു കാര്യം ഓർമ്മ വന്നേ. ഇവിടെ വെച്ച് ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ മോക്കടെ ചെരുപ്പ് ഇതിൻ്റെ ഇടയിൽ പോയി. നമ്മുടെ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് മോളുടെ ചെരുപ്പ് പോയി. എന്നിട്ട് അതെടുക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ട പാട് എൻ്റെ പൊന്നോ മറക്കത്തില്ല. കാരണം ഇപ്പം കുറേ നേരം ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ഇപ്പം ട്രെയിൻ എടുക്കുമോ, അതിൻ്റെ ഇടയിൽ എങ്ങനെ എടുക്കാനും പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു കോലോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവസാനം ജീൻ കാലിന് ഇത്തിരി നീളമുള്ളതുകൊണ്ട് ഒരു കാലിട്ട് ഇറങ്ങി വേഗം അങ്ങനെ ആ ചെരുപ്പ് എടുത്തു. അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം നമുക്ക് ട്രെയിൻ എടുക്കുകയോ ഇല്ലേ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ട്രെയിൻ എടുത്താൽ എങ്ങനെ കാലും പോകും, ആകെ കൂടെ വല്ലാണ്ടായിട്ടുള്ളൊരു സംഭവമായിരുന്നു അവിടെ വെച്ച്. പിന്നെ അവിടെ ഇറങ്ങി ഇവർ കുറച്ച് നേരം അവിടെ ഫ്രഷ് അവിടെ നല്ല ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രഷൊക്കെ ചെയ്തു. അവിടെ കുറച്ച് നേരം നിന്ന് ഒരു 15 മിനിറ്റോളം അവിടെ നിർത്തിയിടും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കയറി. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പായിരുന്നു. ഞങ്ങൾ രാവിലെ എല്ലാവർക്കും ബ്രെഡും ജാമും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രെഡും ജാമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. അങ്ങനെ അത് ഓരോന്നായിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഇങ്ങനെ
വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഭയങ്കര കത്തിക്കലായിരുന്നു. നമ്മുടെ അടുത്ത ബ്രഹ്മപുരം പോലെ തന്നെ ഫുള്ള് വേസ്റ്റുകളാട്ടോ. വേസ്റ്റുകളെല്ലാം കൂടി ഇട്ട് കത്തിക്കുന്നതായിരുന്നു. അതിൻ്റെ ഒരു സ്മെല്ലായിരുന്നു ഫുള്ള് ട്രെയിനിലുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പാലം, ആ അറ്റത്തൊരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ ആട്ടോ നമ്മൾ റോഡ് വഴി പോകുന്നത്. ഓട്ടോയ്ക്ക് പോകുന്നത് ആ വഴിയാണ്. അപ്പോൾ ആ പാലം നമുക്ക് ട്രെയിനിൽ നോക്കിയാലും കാണാൻ പറ്റും. അതുപോലെ ആ റോട്ടിൽ കൂടെ പോകുമ്പോഴും നമുക്ക് അവിടെ നോക്കിയാലും ഈ റെയിൽവേ പാലവും കാണാൻ പറ്റും. അങ്ങനെ അപ്പം നമ്മുടെ വേളാങ്കണ്ണി സ്റ്റേഷൻ, നാഗപട്ടണം സ്റ്റേഷൻ എത്താനായിട്ടുണ്ട് കേട്ടോ. ഈ ട്രെയിനിലുള്ളൊരു 75% ആൾക്കാരും ഇവിടെ തന്നെ ഇറങ്ങാനുള്ളവരായിരുന്നു കേട്ടോ. ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും അത് തന്നെയാണ്, ഈ സ്റ്റേഷനിലേക്ക് ഇറങ്ങാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അതുപോലെ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേ ഈ സ്റ്റേഷനിൽ നിന്ന് കയറാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. യാതൊരു സപ്പോർട്ടും ഇല്ല. അതൊരു കിഴങ്ങാൻ ഭർത്താവ്, അതെൻ്റെ ഒരു ആങ്ങള പിന്നെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അവരെന്നെ വീഡിയോ എടുക്കാൻ എന്നെ സഹായിക്കുന്നതാണ് ഗൈസ്. ഇതൊരു നാട്ടിനായിട്ട് ഇരിക്കുന്നു. ഞാനിത് ഇതൊക്കെ അങ്ങനെ നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ നമ്മളെ ടെമ്പോയും ഓട്ടോയും ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കും കേട്ടോ. കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് ഇവിടെ നിന്ന് ഒരു മണിക്കൂറോളം ഓട്ടോ ഉണ്ട്. അപ്പോൾ ഇതേപോലെ വലിയ ബസ്സുകളും എല്ലാം ഉണ്ടാവും നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്കാണ് പോയത്. നമ്മളൊരു ചേട്ടൻ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഓട്ടോയ്ക്ക് ഇങ്ങനെ ആൾ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ആളുടെ ഓട്ടോയ്ക്കാണ് പോയത്. ഞങ്ങൾ ഓട്ടോ എന്താണെന്ന് കണ്ടില്ലായിരുന്നു കേട്ടോ. അതൊരു അബദ്ധം പറ്റിയതാണ്. ശരിക്കും നിങ്ങൾ ഓട്ടോയ്ക്കാണ് പോകണമെങ്കിൽ ഓട്ടോ ഏതാണെന്നും കൂടെ കണ്ടിട്ട് വേണം പറയാനായിട്ട്. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴും ചെറിയ ഓട്ടോ ആയിരുന്നു. പിന്നെ ഈ 6 പേരും പിള്ളേരൊക്കെ കൂടെ കൺജസ്റ്റഡ് ആയിട്ട് ഞങ്ങൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു പെട്ടികളൊക്കെ ഇനി ചാടി പോകുമെന്നൊക്കെ പുറത്ത്. ഭാഗ്യത്തിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് നമുക്കൊരു പേടിയായിരുന്നു. ഇതേപോലെ നമ്മളെല്ലാവരും കൂടെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടി വന്നു. ഇവർക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തലയും മുട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദൂരം അല്ലേ ഉള്ളൂ വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അവിടെ വരെ പോകാൻ 350-400 രൂപയായിരുന്നു കേട്ടോ ഞങ്ങളോട് പറഞ്ഞത്. ഇത് ഈ പാലാണ് ഞാൻ പറഞ്ഞത്. ഇത് അവിടെ നോക്കിയാൽ കാണുന്ന പാലയില്ലേ, ആ പാലായിരുന്നു ഇത്. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് വിജയുടെ ഫ്ലെക്സുകളാട്ടോ. ഓരോ ഫ്ലെക്സിലും ഓരോ ആൾക്കാരും ഉണ്ട്. എന്തിനാണ് അങ്ങനെ വെക്കണേന്ന് അറിയില്ല. വിജയുടെ കൂടെ ഓരോരുത്തർ അങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി എത്താനായി നോക്കുമ്പോൾ ഓരോ ഓട്ടോറിക്ഷകളും ഓരോ ആൾക്കാരും നേരെ വേളാങ്കണ്ണിയിലേക്ക് തന്നെ പോകുന്ന ആൾക്കാരുമായിരുന്നു. ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാൾ ഇപ്പോൾ അടുത്ത മാസം സെപ്റ്റംബർ ആകുമ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ ഫുള്ള് ഈ പ്രാവശ്യം വേളാങ്കണ്ണി പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര വെയിലുമാണ്, ഭയങ്കര ചൂടുമാണ്. രാവിലെയൊന്നും അധികം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ റൂം എത്താനായി നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കേട്ടോ, ഈ വഴി കൂടിയാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. ബീച്ചിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ വരും. ഒരുപാട് അടുത്തല്ല, എന്നാലും ബീച്ചിൻ്റെയൊക്കെ ആ ഒരു സൈഡായിട്ട് വരും. അങ്ങനെ ഈ പൊക്കത്ത് കാണുന്ന 2 റൂംസുമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോൺ AC 600 AC 1200 അങ്ങനെ ആ എന്തോ റേഞ്ചാണ് കേട്ടോ. നമുക്കിപ്പോൾ 3 ദിവസം 4200 4500 സംതിങ് 2 റൂമും കൂടെ കിട്ടിയിട്ടാ. അപ്പോൾ ഇതാണ് റൂം. നമ്മൾ രാത്രി മാത്രമായിട്ടുള്ള രീതിയിൽ AC പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാത്രി 7 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള രീതിയിൽ AC അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്.
പിന്നെ കുഴപ്പമില്ല, നല്ല ബാത്റൂം, പിന്നെ എല്ലാ 3, 4, 5 പേർക്കൊക്കെ ഒരു നല്ല അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്ലസ് പോയിൻറ്റ്. 3 കട്ടിലായിട്ടുണ്ടെങ്കിലും നല്ല സുഖമായിട്ട് കുറേ പേർക്ക് വരെ കിടക്കാം. പിന്നെ ബാത്റൂം എല്ലാം അത്യാവശ്യം നല്ല നീറ്റായതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് വരുമ്പോൾ എടുക്കാറായിട്ടുള്ളത്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി. ലെമൺ റൈസും ചിക്കൻ ഫ്രൈ ആയിട്ട് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം മുതലുള്ള ഫുഡ് നമ്മളിവിടെ തന്നെ ഇതിന് മുന്നേ വന്നപ്പോഴുള്ളൊരു ചേച്ചിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് ഒരു ദിവസം 400 രൂപ വെച്ചിട്ടാണ്. നമ്മുടെ മലയാളിയായിട്ടുള്ളൊരു ചേച്ചി തന്നെയാണ് വെക്കുന്നത്. നമ്മുടെ അവിടുത്തെ പോലത്തെ ചോറൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിന് മുന്നേ നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ചേച്ചിക്കാണ് നമ്മൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒരു ദിവസം ഒരാൾക്ക് 400 രൂപ വെച്ചിട്ടാട്ടോ വരുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡ്, പിന്നെ ഡിന്നറും കൂടെ കൂട്ടിയിട്ട്. ഫുഡെല്ലാം അത്യാവശ്യം നല്ലതാണ്. ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ളത് കൊണ്ട് നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ വീണ്ടും പറഞ്ഞത്. ഉച്ചയ്ക്ക് നമ്മൾ ലെമൺ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വിചാരിച്ചു പുറത്ത് എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി കിടക്കാം. ആടിൻ്റെ ശബ്ദം ഉണ്ടാകും. ഇതൊക്കെ കണ്ടില്ലേ, ഇതാണ് ഒരു ഡിസ്റ്റർബൻസ് ആണ് എനിക്ക്. വെറുതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി. ആടിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒറിജിനലായിട്ടുള്ള ഒരു ആട് വരെ പോകുന്നുണ്ട്. അതിന് പോലും ഇത്ര സൗണ്ട് ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം എവിടെയൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വന്ന് കയറിയിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ടൊന്നും പോയിട്ടുണ്ടായില്ല. പിന്നെ അതുപോലെ ലെമൺ റൈസ് കഴിച്ചിട്ട് ഞങ്ങൾ വയറൊന്നും അറിഞ്ഞില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നും കൂടെ വിചാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ റൂമിൻ്റെ ഉള്ളിലും ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം ഇടയിലൊക്കെ നടക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ അത്യാവശ്യം വീഡിയോയ്ക്ക് ലെങ്ത് ആയെന്ന് കണ്ടു. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും നമ്പേഴ്സോ കോൺടാക്ട് നമ്പേഴ്സോ ഡീറ്റെയിൽസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇവിടെ വഴി പോയപ്പോൾ മാങ്ങ കണ്ടപ്പോൾ ഒരു കൊതി. അങ്ങനെ ഞങ്ങൾ മാങ്ങയും വാങ്ങിച്ചു. പിന്നെ അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ഞങ്ങൾ ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. നല്ലതായിരുന്നു. ഉഴുന്നുവടയൊക്കെ നല്ലതാണ്. പിന്നെ എല്ലാത്തിലും കുറച്ച് മല്ലിയില കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഉടനെ തന്നെ പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. പാർട്ട് 2 എന്തായാലും മിസ്സാക്കരുത്. തലമുട്ടയടിക്കുന്ന വീഡിയോസൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.